ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അത് ചെയ്യാനുള്ള അടങ്ങാത്ത ആഗ്രഹം. അതിപ്പോൾ നല്ലൊരു അവിൽ മിൽക്ക് കുടിച്ചാൽ അവിടെ തന്നെ പോയി പിന്നെയും കുടിക്കാൻ തോന്നും. ഇത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായ വികാരമാണ്. അപ്പം അങ്ങനെ നമ്മൾ തലച്ചോറിലുണ്ടാകുന്ന ഡോപ്പമൈൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ്, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയും. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സത്യത്തിൽ അങ്ങനത്തെ സന്തോഷങ്ങൾ നമുക്ക് തരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കാഴ്ചയോ ഒരു കേൾവിയോ അങ്ങനത്തെ ഹറാമായ എന്തെങ്കിലും ഒരു ആസ്വാദനങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ടാൽ നമുക്കുണ്ടാകുന്ന ഒരു ഡോപ്പമിനർജിക് ഡോപ്പമിൻ്റെ ലെവൽ എന്നുള്ളത് ഭയങ്കര ഹൈ ആണ്. പ്രത്യേകിച്ച് ശൈത്താൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പം അത് കൂടുതൽ പീക്ക് ഉണ്ടാവും, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അതിന് പിന്നെ ഒരു ക്രേവിങ് വരും, അത് വീണ്ടും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം വരും. അതുകൊണ്ടാണല്ലോ അത് അഡിക്ഷനിലേക്ക് വഴിമാറിപ്പോകുന്നത്. നാളെയും അത് ചെയ്യണം, അതിനുള്ള അവസരങ്ങൾ അന്വേഷിക്കും, സാഹചര്യങ്ങൾ ഉണ്ടാക്കും, പിന്നെ അതിനു വേണ്ടി പണിയെടുക്കും. അപ്പം അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ഇതൊക്കെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായാലും മായാത്ത കാഴ്ചകൾ നമ്മളെ തലച്ചോറിൻ്റെ മെമ്മറിയിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇത് മാസ്റ്റർബേഷനിലേക്ക് അല്ലെങ്കിൽ സ്വയംഭോഗത്തിലേക്ക് ഇത് എത്തുന്നതെന്ന് പറഞ്ഞാൽ, സ്വയംഭോഗം എന്ന് പറഞ്ഞാൽ വെറുതെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എന്തെങ്കിലും ഒരു ഇമേജ് കാണാതെയോ സങ്കല്പിക്കാതെയോ ആളുകൾ സ്വയംഭോഗം ചെയ്യാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇമേജ്, അല്ലെങ്കിൽ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, എവിടെ വെച്ച് യൂസ് ചെയ്യുക, യൂണിവേഴ്സലായിട്ട് യൂസ് ചെയ്യുക, ബാത്റൂം എവിടെ വെച്ചും ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ മാനസികമായി തയ്യാറെടുത്തില്ലെങ്കിൽ ഒരിക്കലും സാധ്യമല്ല. പിന്നെ മറ്റേത് ലഹരിയെപ്പോലെ തന്നെ കൊക്കൈൻ ആണെങ്കിലും ബ്രൗൺ ഷുഗർ ആണെങ്കിലും കഞ്ചാവാണെങ്കിലും ഏത് അഡിക്ഷനിലും ഉണ്ടാകുന്ന അതേ സൈക്കോളജിക്കൽ, അതേ ബ്രെയിനിൽ ഉണ്ടാകുന്ന മാറ്റം തന്നെയാണ് പോണോഗ്രഫിക്ക് ഉണ്ടാകുന്നത്. അപ്പൊ സത്യത്തിൽ കോവിഡ് എന്ന മഹാമാരിയെ പാൻഡമിക് നമ്മൾ പറയും. സത്യത്തിൽ ഈ 2-3 വർഷം കൊണ്ട് ലോകത്തിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ പോണ്ടമിക്കാണ് ഉണ്ടായത്. ആൾക്കാരെല്ലാം സ്വന്തം ഫോണിലേക്ക് ഒതുങ്ങിക്കൂടുകയും ആളുകൾ കൂടുതൽ പോൺ സൈറ്റുകൾ യൂസ് ചെയ്തു എന്നാണ് കഴിഞ്ഞ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. ലോകത്തിലെ 3 സോഫ്റ്റ്വെയർ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനിക്കാരുടെ ഇൻകത്തേക്കാൾ കൂടുതലാണ് കഴിഞ്ഞ 3 വർഷത്തെ പോൺ സൈറ്റുകളുടെ മൊത്തം ഇൻകം എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ആളുകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിൽ ചില ആൾക്കാർ വിചാരിച്ചു ഇനി കല്യാണം കഴിഞ്ഞിട്ട് നന്നാകാൻ വിചാരിച്ച ആൾക്കാർ, ചില ആൾക്കാരോട് സംസാരിക്കും, പറയാം ഏതായാലും ഇപ്പോൾ ഇനി പെണ്ണ കെട്ടിയിട്ട് നന്നാകാന്ന്. എന്നാൽ പെണ്ണെട്ടിയ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും പെണ്ണെട്ടിയിട്ട് നന്നാകാന്ന് വിചാരിച്ചിട്ട് ആരും നിൽക്കണ്ട, ഒരിക്കലും സാധ്യമല്ല, വഷളാകാണ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇതിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാകണ ഒരു ഭാഷയിൽ പറഞ്ഞാൽ, നല്ലൊരു അവിൽ മിൽക്ക് നമ്മൾ പുറത്തുനിന്ന് കുടിച്ചുകാണ്ട് നമ്മൾ പെരയ്ക്ക് ചെന്നുകാണ്ട് നമുക്ക് ഒരു ഔലും വെള്ളം ഉണ്ടാക്കി ആ ഔലും വെള്ളത്തിന് വലിയ ചാതുണ്ടാവില്ല. കാരണം അതിന്റെ ത്രഷോൾഡ്, നമുക്ക് ആദ്യം കിട്ടിയതിന്റെ ത്രഷോൾഡ് ഉമ്മാന്റെ സാധാരണ ഔലും വെള്ളത്തിന്റെ ലെവലിൽ എത്തൂല. അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിച്ചാലും നമുക്ക് കിട്ടുന്ന, നേരത്തെ കിട്ടിയിരുന്ന ഡോപ്പമിൻ ഒരിക്കലും എന്തെങ്കിലും കല്യാണം കഴിച്ച് കിട്ടുന്നതിലൂടെ ചിലപ്പം ഇങ്ങനത്തെ ആൾക്കാർക്ക് കിട്ടൂല. ഒരു ഹറാമ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന്റെ ദുരന്തം നമ്മൾ ജീവിതത്തിൽ പേറിയിട്ടേ ഈ ദുനിയാവെന്ന് പോവുള്ളൂ. അണ്ട് ഇതൊക്കെ നോർമലാണ്, ഇതൊക്കെ എല്ലാം ഇവിടെ എല്ലാവരും ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നല്ലെങ്കിൽ അതൊരു നോർമലാക്കി എടുക്കാനാണ് ആൾക്കാർ എല്ലാവരും, ഷെയ്ത്താനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വസുയ്യിന ലഹുമു ഷെയ്ത്താൻ, ഷെയ്ത്താൻ ഭംഗിയാക്കി കാണിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വലിയ ദുരന്തമാണ്. കാരണം ഇത് നമ്മളെ ജീവിതത്തിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. അള്ളാഹു കൃത്യമായി നമ്മളെ പ്രവാചകന്മാരിലൂടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, തെറ്റേതാണ് ശരി ഏതാണ് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവർ അക്രമികളാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ അക്രമം നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരു ദുരന്ത ഫലം ആഖിറത്തിലല്ല, ആഖിറത്തിൽ എന്തായാലും ഉണ്ടാവും, ദുനിയാവിൽ തന്നെ നമ്മൾ അനുഭവിക്കും നമ്മൾ മനസ്സിലാക്കുക. കാരണം ഈ ആളുകളൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അവരുടെ റിലേഷൻഷിപ്പിൽ ഭാര്യയുമായിട്ടുള്ള ഇതൊക്കെ എന്ന് വെച്ചാൽ മൊത്തം
ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ കളിയാണ് ഈ തലച്ചോറിൽ നമുക്ക് സന്തോഷം നൽകുന്നത്. അതേപോലെ തന്നെ നമുക്കൊരാൾ ഒരു സോഷ്യൽ ലൈഫിൽ നമ്മളെ സാധാരണ റിലേഷൻഷിപ്പിലൊക്കെ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ. ഇപ്പൊ ഡിപ്രഷനൊക്കെ പരിശോധിച്ചാൽ എന്താ മനസ്സിലാകുക? ഡിപ്രഷന്റെ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ പറയുന്നത് നമ്മളെ ബ്രെയിനിലെ സീറോട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ ലെവൽ താന്നത് കൊണ്ടാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നതാണ്. അപ്പൊ സീറോട്ടോണിൻ ലെവൽ കൂട്ടാനുള്ള ഗുളികകളാണ് ഇപ്പോഴത്തെ ആന്റി ഡിപ്രസൻസ്, പുതിയ ആന്റി ഡിപ്രസൻസ് മുഴുവൻ. അപ്പൊ ഈ സീറോട്ടോണിൻ നോർമലായി കിട്ടുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ മനസ്സിലാക്കും നമ്മൾ വീട്ടിൽ ഉമ്മാനായിട്ട് വാപ്പാനായിട്ട് സന്തോഷമുള്ള ആളുകളായിട്ട് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ ഭാര്യയുമായി സംസാരിക്കുന്ന, മക്കളുമായിട്ട് ഇടപഴകുന്ന അങ്ങനത്തെ നല്ല മെമ്മറികൾ, നല്ല നിമിഷങ്ങൾ ഒരാളുടെ സീറോട്ടോണിൻ കൂട്ടുമെന്നാണ്. അതുകൊണ്ടാണ് ഡിപ്രഷനിലെ ആളുകൾ ഒഴിഞ്ഞു നിൽക്കുന്നത്, മാറി നിൽക്കുന്നത്, ഒരു ഐസൊലേറ്റഡ് ആയിരിക്കും, ആരോടും സംസാരിക്കൂല, ഒതുങ്ങി നിൽക്കും. അപ്പൊ അവരുടെ സീറോട്ടോണിൻ വീണ്ടും താഴേക്ക് പോവുക ചെയ്യുന്നത്. അപ്പൊ അവരെ നമ്മൾ ആ സോഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെ സംസാരിച്ച് ആ ലെവലിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ ഈ പോർണോഗ്രാഫിയിലൊക്കെ പരിശോധിച്ചാൽ സംഭവിക്കെന്താ? ഇങ്ങനത്തെ ആളുകൾ മാസ്റ്റർബേഷന് വേണ്ടി അവരെപ്പോഴും ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അങ്ങനെ ഈ ഡിപ്രഷൻ കൂടുന്തോറും, ഈ പോർണോഗ്രാഫിന്റെ അഡിഷൻ കൂടുന്തോറും അവർ കൂടുതൽ ഏകാന്തതയിലേക്കും കൂടുതൽ ഡിപ്രഷനിലേക്കും പോയിട്ട് അവസാനം ഞാനൊരു ഉപയോഗമില്ലാത്ത വസ്തുവാണ് എന്നുള്ള ഏറ്റവും ഡേഞ്ചറായ ഒരു സിറ്റുവേഷൻ, ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, നേരത്തെ പയ്യനെ പറഞ്ഞതുപോലെ സൂയിസൈഡൽ ടെൻഡൻസിയിലേക്കൊക്കെ ആളുകൾ എത്തുന്നത് അതുകൊണ്ടാണ്. ഇതൊക്കെ തന്നെയാണ് ഡ്രഗ് അഡിക്ഷനിലും നടക്കുന്നത്. ഇങ്ങനത്തെ ആളുകളാണ്, ഈ ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകളാണ് പിന്നെ കഞ്ചാവ് പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി വേറെ ഹറാമുകളായ മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ കൃത്യമായി ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങൾ, നിങ്ങൾ നോക്കി ഖുർആൻ അതിന് പറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ എത്ര സയന്റിഫിക് ആയിട്ടാണ് പറഞ്ഞത്. നമ്മള് ഒരു ഇമേജ് പോലും, നമ്മളെ ബ്രെയിനിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ ഒരു പോർണോഗ്രഫിക്ക് ഇമേജ് പോലും നമ്മുടെ ബ്രെയിനിൽ പതിയാൻ പാടില്ല. നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തണമെന്നാണ്, കാഴ്ചകളെ നിയന്ത്രിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഒരു സ്ത്രീയുമായി നിങ്ങൾ ഒറ്റക്കാകരുത്, ഒറ്റക്ക് ചാറ്റ് ചെയ്യരുത്. ഒരു പേഴ്സണൽ ചാറ്റിന്റെ ആവശ്യമല്ല, ഒരാവശ്യവുമില്ലാതെ അനാവശ്യമായി പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്യരുത്. ഇതൊക്കെ ഒറ്റക്കാകരുത്, രാത്രി നേരത്തെ കിടന്നുറങ്ങണം. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളാണ്. വ്യഭിചരിക്കരുത് എന്ന് പോലല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത് എന്നാ പറഞ്ഞത്. കാരണം സമീപിച്ചാൽ അത് ടെംപ്റ്റേഷൻ വരും, ഡോപ്പമീന്റെ കളിയാണ്, അത് സംഭവിച്ചു പോകും, നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. എല്ലാവരും ചെയ്യാനുള്ളവരല്ല വിശ്വാസികൾ എന്നുള്ളത്. നമുക്കൊരു കൃത്യമായ മാർഗരേഖയുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നൈമിഷികമായ ജീവിതമല്ല. ഇവിടെ ചിലപ്പോൾ നമ്മൾ കുറെ കഷ്ടപ്പെട്ട് കോഴ്സൊക്കെ പഠിച്ച് ഒരു PG എത്തി നല്ലൊരു ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് ചിലപ്പോൾ മരിച്ചു പോയേക്കാം. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം കോവിഡ് വന്നതിന് ശേഷം ഒരു ആറാഴ്ച പോലായിട്ടില്ല, അതിൻ്റെ മുമ്പ് 43 വയസ്സുള്ളൂ, ഒരു ഫേമസ് യൂറോളജിസ്റ്റ് ആയിരുന്നു, കുഴഞ്ഞു വീണ് മരിച്ചു എക്സസൈസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എപ്പോഴാണ് അവസാനിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് ഇവിടെ ഒരു ഡിഗ്രി സമ്പാദിക്കലല്ല, അനന്തമായ നാളത്തെ പരലോകത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുക എന്നുള്ള മഹത്തായ ഒരു ലക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിനുള്ളത്. അതുകൊണ്ട് അതിൽ രക്ഷപ്പെടാനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇവിടെ ക്രമപ്പെടുത്തുക. അവരാണ് വിജയിക്കുന്നവർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രമാണങ്ങളെ പിൻപറ്റുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.